എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ബാലു വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വലിയ സ്വാഗതം. ജസ്റ്റ് ലോയിസ് ഫ്രം ടോപ്പ് ബാലു വേൾഡ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ കൃപാസനം സംബന്ധമായിട്ടുള്ള ഒരു ഡൗട്ടിനെ കുറിച്ചാണ് നമ്മൾ ജസ്റ്റ് സംസാരിക്കാനായിട്ട് പോകുന്നത്. കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിരിക്കുന്ന ആളുകൾക്കും ഉടമ്പടി എടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകൾക്കും ഉടമ്പടിയിലായിരിക്കുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരുപാട് പ്രചോദനമായിട്ടുള്ള വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ കാണാറുണ്ട്, അല്ലെങ്കിൽ കേൾക്കാറുണ്ട്, സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്, അങ്ങനെ പല രീതിയിലും കേൾക്കാറുണ്ട്. അപ്പം പല ഇടങ്ങളിലും നമുക്കിങ്ങനെ കൃപാസനം സംബന്ധമായിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് ഡൗട്ടുകൾ ആളുകൾ ചോദിച്ച് നമ്മളെ സമീപിക്കാറുണ്ട്. അപ്പൊ ഡൗട്ടുകൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വലിയൊരു അറിവ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മളവിടെ ഉടമ്പടി എടുത്തായതുകൊണ്ടും നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആളായതുകൊണ്ടൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് അറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ക്വസ്റ്റൻ ആണ് നമ്മുടെ ഇന്ന് ഒരാൾ ചോദിച്ചൊരു ക്വസ്റ്റൻ ഇങ്ങനെയായിരുന്നു. നമുക്ക് ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് രോഗികളെ പോയി സന്ദർശിക്കുക, രോഗികൾക്ക് നമ്മൾ കഴിയാവുന്നതായിട്ടുള്ള നമുക്ക് സാമ്പത്തിക സഹായം അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ അല്ലെ. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ കൃപാസന ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് നമ്മൾ രോഗികളെ പോയി സന്ദർശിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ രോഗാവസ്ഥയിലായിരിക്കുന്ന ആളുകളെ പോയി കാണുക, അവർക്ക് നമ്മളാൽ ആകുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അതൊക്കെ നമ്മൾക്ക് അതിനുള്ള ഒരു പാർട്ട് തന്നെയാണ്. ആക്ച്വലി എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ ഞാൻ ഉടമ്പടിയിലായിരുന്ന സമയത്ത് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയിട്ട് ആളുകളെ കാണാറുണ്ടായിരുന്നു. അപ്പം നമ്മളെ കൊണ്ടാവുന്ന ഇപ്പൊ 100 രൂപ 50 രൂപയാണേലും അല്ലെന്നുണ്ടെങ്കിൽ 1000 രൂപയാണേലും എല്ലാവർക്കും നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് വലിയൊരു പുണ്യപ്രവൃത്തി തന്നെയാണ് എന്ന് പറയാം. ചില ആളുകൾ അതുപോലെ തന്നെ ഈ വയസ്സായ ആളുകൾ, ഓൾഡ് ഏജ് ഹോംസ് ഒക്കെ അല്ലെങ്കിൽ ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ആളുകൾ, താമസിക്കുന്ന ആളുകൾ, അങ്ങനെ കുറെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇങ്ങനെ സന്ദർശിച്ച് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളോ അല്ലെങ്കിൽ അവിടെ ഫുഡ് ഉണ്ടാക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയുള്ള പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് പലരും ചെയ്യാറുണ്ട് ഈ ഒരു ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത്. അപ്പം ചിലർക്കൊക്കെ ഇങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് എന്നുള്ളതും ഈ ഒരു കാര്യത്തിൽ മനസ്സിലാക്കും. അപ്പോൾ നമ്മളിങ്ങനെ രോഗികളെ കാണാൻ പോകുന്ന സ്ഥലങ്ങളിലോ അല്ലെന്നുണ്ടെങ്കിൽ രോഗികളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ വിസിറ്റ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ സഹായങ്ങൾ ചെയ്യാനോ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഇഷ്യൂസോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗം വിട്ട് നമ്മൾ പോവുക എന്നുള്ളത് തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോയിട്ട് നിന്നുകൊണ്ട് നമ്മൾ പുണ്യപ്രവർത്തികൾ ചെയ്യണം എന്നൊന്നുമില്ല. കാരണം നമ്മൾ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യങ്ങൾ നമുക്കില്ല. കാരണം അങ്ങനെ ഒരു വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റി വെച്ചിട്ട് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആളുകൾ, എന്തോരം ആളുകളുണ്ട്, ഇപ്പം രോഗാവസ്ഥയിൽ കഴിയുന്ന ആളുകൾ ഉണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ വാർദ്ധക്യ സഹജമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നവർ കാണാം. അവരൊക്കെ പോയിട്ട് ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടാവുന്ന ഇപ്പം സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ നമ്മളെ കൊണ്ടാവുന്നത്, ഇപ്പം നമ്മൾ 100 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും 50 രൂപയാണെങ്കിലും 500 രൂപയാണെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്താലും അതൊരു പുണ്യപ്രവൃത്തി തന്നെയാണ്. അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾക്ക് ചെന്നെത്തിപ്പെട്ട് നമ്മൾക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പോയാൽ മതി. അല്ലാതെ നമ്മളിപ്പം ഒരു നഴ്സിംഗ് ഹോം വിസിറ്റ് ചെയ്യാൻ പോയിട്ട് അവിടെ എന്തെങ്കിലും ചെറിയ നമ്മൾ ചെല്ലുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളോ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോകണം എന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ അയൽവക്കങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആളുകളുടെ ഇടയിലോ ഒക്കെ പോയി കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ പുണ്യപ്രവർത്തികളായിട്ട് ചെയ്താലും മതി. ഇനിയിപ്പോൾ അതൊന്നും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേർച്ചയായിട്ട് എവിടെയെങ്കിലും പള്ളികളിലോ അല്ലെങ്കിൽ അനാഥാലയങ്ങളിലൊക്കെ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അതിൽ പാർട്ടാവുക. ചില അനാഥാലയങ്ങളിലൊക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന അസിസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾക്ക് പുണ്യപ്രവൃത്തികളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മളിപ്പം അതുപോലെ തന്നെ പത്രം കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം, ഇപ്പൊ എല്ലാ ആളുകളും ഈ ഒരു കൃപാസനത്തിന്റെ പത്രം അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. അതിനെക്കുറിച്ച് ചീത്ത കാര്യങ്ങൾ പറയാറുണ്ട് ചില സമയങ്ങളിൽ. അപ്പം നമുക്ക് അങ്ങനെയുള്ള അങ്ങനെ നെഗറ്റീവ് വരും നമ്മൾ ആ ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലൊരു കാര്യം. നമുക്ക് അക്സെപ്റ്റൻസ് ഉള്ള ഇടങ്ങളിൽ പോയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാം. കൃപാസന നിബന്ധനകളിൽ പറയുന്ന കാരുണ്യ പ്രവൃത്തികൾ, അങ്ങനെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു നീണ്ടു കിടക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം രോഗികളെ കാണുന്നതോടൊപ്പം തന്നെ നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മളുടെ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോയി മാക്സിമം ചാടാതിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായാൽ തന്നെ അതിൽ നിന്ന് മാറി നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം നമ്മളോട് ചേച്ചി ചോദിച്ച കാര്യം ഇതായിരുന്നു. നമ്മൾ ഒരു നഴ്സിംഗ് ഹോം വിസിറ്റ് ചെയ്യാൻ പോയ സമയത്ത് അവിടെ ആളുകൾക്ക് അതുമായിട്ട് കറക്റ്റായിട്ട് ബന്ധപ്പെടാൻ, മീൻസ് കറക്റ്റായിട്ടൊരു ചെയ്തു പോകാൻ, മീൻസ് ആ ഒരു പുണ്യപ്രവൃത്തി ചെയ്തു പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയാൻ